ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. നാട്ടിലെത്തിയിട്ട് പൂക്കളൊക്കെ കാണാൻ പോയി. രാവിലെ എണീറ്റ് അതേപോലെ തന്നെ ചെനക്കത്തൂർ കാവിലും കിള്ളിക്കുറിശി അമ്പലത്തിലും പോയി. എല്ലാവരും ഓണ വൈബിലാണ് കേട്ടോ. എവിടെ നോക്കിയാലും സെറ്റുമുണ്ട്, സെറ്റ് സാരികൾ, നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുള്ള ആൾക്കാർ. അതേപോലെ പിക്ചേഴ്സ് എടുക്കാനാണെങ്കിൽ എല്ലാവിടെയും സെറ്റാണ്. അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ തൊഴുതു വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറയ്ക്കാനൊന്നും പോയില്ല. ഞങ്ങളും അപ്പുറത്തൊക്കെ വീട്ടിലെ കുട്ടികളായിട്ടാണ് പോയത്. അവരുടെ കൂടെയൊക്കെ പോയി പിക്ചേഴ്സൊക്കെ എടുത്തു. അതേപോലെ തന്നെ അവിടെ ഒരു പൂക്കളം പോലെ പൂവൊക്കെ ചുറ്റിയിട്ടൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നിട്ടും ഒരുപാട് പേര് പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ ഓണ വൈബിന് വേണ്ടി അവിടെയുള്ള എല്ലാ ആൾക്കാരെ സന്തോഷങ്ങളൊക്കെ ഒന്നിങ്ങനെ മൊബൈലിൽ പകർത്തി. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഊഞ്ഞാൽ. അതിലിരുന്ന് കുറേ പേര് പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടെയുള്ള കുറച്ച് ക്ലിപ്സ് എല്ലാം എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് എത്തി. വീട്ടിലാണെങ്കിൽ ഓണത്തപ്പനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നമ്മളിങ്ങനെ ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്യുക. അതിൽ ഓരോരോ ഇത് ഉത്രാടം, തിരുവോണം, അങ്ങനെ ചതയം വരെ വെക്കുന്ന. എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും എടുക്കുന്ന പോലെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു, ഓണം പിക്ചേഴ്സ്. പിന്നെ ഞാൻ പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെനക്കത്തൂർ കാവിൽ ഇട്ടിട്ടിരിക്കുന്നതാണ്. ഈ നിറമാല ക്ലബ്ബ് അങ്ങനെ എന്തോ ഒരു അവരുടെ ഇട്ടിലാണ്. ഇത് നമ്മുടെ ഓണത്തപ്പനെ വെച്ച് അതിൻ്റെ അവിടെ ഉള്ളൊരു പിക്ചേഴ്സ്. ഇത് നമ്മുടെ കിള്ളിക്കുറിശി അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശിവൻ്റെ ഒരു ഇതൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ അടുത്ത വീട്ടിലുള്ള ഫ്രണ്ട്സ്. പിന്നെ ഓണസദ്യ ഇല്ലാതെ എന്ത് ഓണം. ഹാപ്പി ഓണം ടു ഓൾ.